അങ്ങനെയെങ്കിൽ അന്തിക്രിസ്തു ആര്? 49:17 അമ്മാമ വായിച്ചാട്ടെ. യവനും യഹൂദന്റെ ജീനിൽ നിന്ന് ദാൻ വായിച്ചാട്ടെ. ദാൻ വഴിയിൽ ഒരു പാമ്പും ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. അതാ വെളിപ്പാടി കണ്ട് മഹാസർപ്പം ദാ കിടക്കുന്നു. ദാൻ ആരാ? സിറിയ. ഇന്നത്തെ കത്തുന്ന സിറിയ എന്ന ആന്റി ക്രൈസ്റ്റ് വരുന്നത്. അല്ല തമിഴ്നാടിൽ മുഹമ്മദ് തലമച്ചർ സ്റ്റാലിനോ, കേരളത്തിൽ മുഹമ്മദ് തലച്ചർ പിണറായി സാറോ, അല്ലെങ്കിൽ മോഡി സാറോ, അല്ലെങ്കിൽ പുട്ടിനോ, അല്ലെ ബറാക് ഒബാമയോ ഒന്നും അല്ല അന്തിക്രിസ്തു. ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവും. സിറിയ. അതുകൊണ്ടാ 3 ലക്ഷം പേർ മരിച്ച സിറിയയിൽ നിന്ന് അന്തിക്രിസ്തു വരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം. ഇനി ബൈബിളിലേക്ക് കടക്കുന്നു. വരുന്നു 5G. 2 സാത്താൻ ലോകത്തോട് സംസാരിക്കും. 3 ഇന്റർനെറ്റ് മനുഷ്യനെ കൊല്ലും. 4ാമത്തെ സംഭവം ഈ പ്രതിമ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വരും. ഈ ഭാഗം ഇന്ന് രാത്രി പറയുമ്പോൾ അവസാനിക്കും. ബാക്കി നാളെ രാത്രി. ബൈബിളിനകത്ത് 2:27 ഉണ്ട്. പഴയ നിയമം 27 ദാനിയേൽ പ്രവചനം. അത് കഴിഞ്ഞിട്ട് പുതിയ നിയമം 27 വെളിപ്പാട് പുസ്തകം. അങ്ങനെയെങ്കിൽ ദാനിയേൽ പ്രവചനത്തിനകത്ത് ക്ലിയറായിട്ടുണ്ടോ ഈ സാത്താൻ ഉലകത്തിൽ ഭരണത്തെ പിടിക്കും? ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിച്ചാട്ടെ. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു. മൃഗമാരാ? ഭരണാധികാരി. 1 ബാബേൽ, 2 മേദ്യ പാർസ്യ, 3 ഗ്രീസ്, 4 റോം. അത് കഴിയുമ്പോൾ ഇനി അടുത്ത കാല് വായിച്ചാട്ടെ മക്കളെ, വായിച്ചാട്ടെ. വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അടുത്ത വാക്ക് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. എല്ലാ ഭരണത്തെയും ചവിട്ടിക്കളയും. കേരളത്തിലെ എല്ലാ ഭരണത്തെയും ചവിട്ടും. അതാ കോവിഡ്. യേശു പറഞ്ഞു ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തത്, ഇനിമേൽ സംഭവിക്കാത്ത ഒരു വലിയ കഷ്ടം. അടുത്തത് മുമ്പേ കണ്ട. വായിച്ചാട്ടെ. മുമ്പേ കണ്ട. അടുത്ത വാക്ക് മുമ്പേ കണ്ട. മൈക്ക് ഓണാക്കിക്കോ. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. ഹിറ്റ്ലർ, മുസോളിനി, നെപ്പോളിയൻ, ലോകത്തിലെ ക്രൂരന്മാരായ ഭരണാധികാരികൾ അവരൊന്നുമല്ല. അതിനേക്കാളും വ്യത്യാസമുള്ള ഒരു മൃഗമായി എഴുന്നേറ്റ് വരാൻ പോകുന്നത്. അടുത്തത് അതിന് 10 കൊമ്പുണ്ടായിരുന്നു. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തണം. പത്മോസിനകത്ത് യോഹന്നാൻ എഴുതി 10 കൊമ്പ്, ദാനിയേൽ എഴുതി 10 കൊമ്പ്. ഇന്ന് രാത്രി ഇതാ ദൈവത്തിന്റെ വചനം. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ എഴുതി. യോഹന്നാനും ദാനിയേലും തമ്മിൽ ഒരു ബന്ധവുമില്ല. യേശു ക്രിസ്തു ജനിക്കുന്നതിന് 600 കൊല്ലം മുമ്പ് ബാബേലിന്റെ പ്രവാസത്തിനകത്ത് ദാനിയേൽ കടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു ഈ റോമാ സാമ്രാജ്യം മടങ്ങി വരും. അതിന്റെ നടുവിൽ എതിർ ക്രിസ്തു എഴുന്നേൽക്കുമെങ്കിൽ ഇന്ന് രാത്രി യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? ഇതിന്റെ പേര് പ്രവചനം. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയൻ മടങ്ങി വരും. ആ കൊമ്പിൽ അടുത്തത് ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിന്റെ പേരാ എതിർ ക്രിസ്തു. ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ. ക്ലിയർ. ബൈബിളിന്റെ പ്രവചനം എതിർ ക്രിസ്തു. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞുപോയി. ക്ലിയർ ബൈബിൾ പ്രവചനം. 3 കൊമ്പുകൾ. 1 ഏകാധിപത്യ ഭരണം, 2 ജനാധിപത്യ ഭരണം, 3 ഏകാധിപതികൾ. 3 ഭരണമില്ലേ ഇന്ന് ലോകത്ത്? ഗൾഫ് രാജ്യങ്ങൾ. നിങ്ങളുടെ മക്കൾ വെളിനാട്ടിയിരിക്കുന്നത് അവിടെ രാജാക്കന്മാരാൽ ഷേഖുമാരാൽ ഭരിക്കുന്നു. അതിനെ തീർക്കും. 2ാമത്തെ ഭരണമാ ജനാധിപത്യ ഭരണം. അതിനെ അവൻ തീർക്കും. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ഭരണമാ ഏകാധിപതികൾ. ആരാ ഏകാധിപതികൾ? മിണ്ടുന്നില്ലല്ലോ. ബൈബിളിനകത്തുണ്ട്. 2 തിമത്തിയോസ് വീട്ടിൽ ചെന്ന് വായിക്കണം. അതിനകത്ത് 3-ാം അധ്യായം തുടങ്ങുന്നത് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ, മനുഷ്യർ സ്വസ്നേഹികൾ, വമ്പ് പറയുന്നവർ, അജിതേന്ദ്രന്മാർ, അപ്പനെ അമ്മ അനുസരിക്കാത്ത മക്കൾ. അതിന്റെ ബാക്കി ഭാഗം എഴുതിയിട്ടുണ്ട്. ഉഗ്രന്മാർ. ആരാ ഏകാധിപതികൾ ഭരണത്തിൽ വരും? തമിഴ്നാട് എനിക്കറിയത്തില്ല. കേരളത്തിൽ സ്വർണ്ണക്കേസാ.
ആ സമയത്ത് മുഖ്യമന്ത്രിയോട് ആരാണ്ട് രാജിവെക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ആർക്കാ ഞാൻ രാജിവെക്കണ്ടെന്ന്. സ്വോത്രം, തീർന്നില്ല. അടുത്തതും പുള്ളി കയറണമെന്ന്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്യാൻ വന്നു. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് ഇറങ്ങിയപ്പം 3ാമതും ബുക്ക് ചെയ്തേക്കുന്നു മോഡിജി 2024. 2 ടൈം കഴിഞ്ഞു. മാറുമോ? ഇല്ല. അത് കഴിഞ്ഞ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നു ചാവുന്ന വരെ ഞാൻ റഷ്യയുടെ പ്രസിഡന്റാണ്. കസേര കൊടുക്കുമോ? ഇല്ല. പെന്തിക്കോസിലെ നേതാക്കന്മാരെക്കാളും കട്ടുമാറ്റുന്ന അവരും മാറി. തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ് പോക്കറ്റിൽ തോക്ക, ആര് പറഞ്ഞാലും അവനെ വെടിവെക്കാൻ. അത് കഴിഞ്ഞിട്ട് കൊറിയയിലെ കിങ് ജോങ്, ഇവരെല്ലാം ഏകാധിപതികൾ. ബൈബിൾ ക്ലിയർ ആയില്ലേ? യവന്മാരെ എല്ലാം വിട്ട് 3 കൊമ്പുകളെ തട്ടും. 1 രാജാധിപത്യം, 2 ജനാധിപത്യം, 3 ഏകാധിപത്യം. 3നെ പേരോടെ പറയും. ഇതാ പ്രവചനം. ഇതാരും പ്രസംഗിച്ചുകൊണ്ടൊരു സമയം എടുക്കും. അതുകൊണ്ടാണ് ഇത് പറയാത്തത്. അടുത്ത കാര്യം വായിച്ചാട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം ഏകാധിപത്യം. അടുത്ത വാക്ക് ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ. അവിടെ നിർത്തട്ടമ്മാമേ. അടുത്ത വാക്യം മാറ്റരുത്. ബൈബിൾ അവിടെ തന്നെ ഇരിക്കണം. മനുഷ്യന്റെ കണ്ണുപോലെ സാത്താൻ സകലരെയും കാണുമെന്ന്. 2018 ഞാൻ അന്തവിടെ മലയാളി പ്രസംഗിച്ചപ്പം ഇതെങ്ങാനും പറഞ്ഞിരുന്നേ പറയൂ പാസ്റ്റർ ഇതെന്തുവാ പറയുന്നത്? സാത്താൻ മനുഷ്യനെ കാണുമോ? ഇന്ന് കാണുന്നില്ലേ? അതല്ലേ നമ്മുടെ മൊബൈലെല്ലാം 4G മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം, സന്തോഷമില്ലല്ലോ. പണ്ട് പനങ്കാലയിൽ അപ്പച്ചനും അമ്മച്ചിയും മക്കള് മോനും മരുമകളും ദുബായ് 7 മണിക്ക് ഫോണെടുത്ത് വെക്കും. ഹലോ മോനെന്തോ കഴിച്ചു? അവൻ പറയും ഞാൻ ചിക്കനും ചപ്പാത്തിയും കഴിച്ചു. അങ്ങനല്ലേ സംസാരിക്കുന്നത്? ഉടനെ ചോദിക്കും പപ്പ എന്താ സാപ്പിട്ട്? അപ്പം പപ്പ പറയും ഞാൻ നല്ല ഓട്സും നല്ല ഉപ്പുമാങ്ങയും കഴിച്ച്. അങ്ങനല്ലേ പറയുന്നത്? അന്തക്കാലം മുടിഞ്ചാ ചെയ്യാ. ഇന്ന് 7 മണിക്ക് 14 ലാപ്ടോപ്പ് എടുത്ത് ടേബിളിൻ്റെ മുമ്പിൽ വെക്കും. വയറും കയറും ഇല്ലാത്ത മോഡേൺ നെറ്റ് കൂടെ ഓണാക്കും. ഉടനെ 14 ലാപ്ടോപ്പ് ലൈവ് ടു ദുബായ്. മോനും മരുമകളും കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ ഇങ്ങനെ കടിച്ചു തിന്നുന്ന അന്നേരം കാണാം. മിണ്ടുന്നില്ലല്ലോ. ആ സമയത്ത് അപ്പച്ചൻ്റെ മേശപ്പുറത്തതായിരിക്കുന്ന നല്ല ഓട്സും നല്ല നല്ല അച്ചാറും. എത്ര ക്ലിയർ! അമ്മച്ചിമാരേതെങ്കിലും സ്മാർട്ട് ഫോൺ ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടിപ്പോവരുത്, ചൂരിലെടുക്കും. കേട്ടില്ലേ പാസ്റ്റർമാരെ? സ്വോത്ര. കോവിഡ് വന്നപ്പോൾ സ്കൂൾ അടച്ചപ്പോൾ കുഞ്ഞുങ്ങളുടെ കയ്യിലോട്ട് അമ്മച്ചിമാർ ഫോൺ കൊടുത്തു. ഇപ്പം പിള്ളേർക്കറിയാത്ത ആപ്പുണ്ടോ? ഗൂഗിൾ മീറ്റ്, സൂം മീറ്റ്, ഫേസ് ആപ്പ്. പിള്ളേർക്കറിയാത്ത ആപ്പ് ഒന്നുമില്ല. എല്ലാവരെയും ആപ്പിലാക്കാൻ പിള്ളേർക്കറിയാം. സ്വോത്രം. തീർന്നില്ല. അവർക്കറിയാൻ വയ്യാത്ത ആപ്പുണ്ടോ? തീർന്നില്ല. പ്രായം ചെന്ന അപ്പച്ചൻ 85 വയസ്സ് ചർച്ചടച്ചിട്ടിരുന്നോ മലയാളി പെന്തക്കോസ് മിഷൻ. അപ്പച്ചന് ഒരു ടച്ച് കിട്ടി. രാവിലെ WW അപ്പച്ചനോട് ആരും പറഞ്ഞില്ല. വീട്ടിലെ സഭായോഗം അപ്പച്ചനും അടിച്ച ഒറ്റയടി. സ്വോത്രം. നല്ല കമ്പ്യൂട്ടറായില്ലേ? സ്വോത്രം. ഞാൻ ഇവിടെ അടുത്ത് സ്ഥലം പറയാം, ആളിൻ്റെ പേരൊന്നും പറയത്തില്ല. ഇവിടെ നമ്മുടെ ഈ മാർത്താണ്ഡം കഴിഞ്ഞ് സൂര്യകോട് വയലങ്കര, ഞാൻ അവിടെ ഒരു കൺവെൻഷന് പോയി. നല്ല അരുമயான കൺവെൻഷൻ. അവിടുത്തെ അപ്പച്ചൻ 85 വയസ്സുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ചക്കക്കുരുട്ട് ഞെക്കുന്നത് പോലെ 85 വയസ്സുള്ള അപ്പച്ചൻ സുന്ദരമായിട്ടിട്ട് മൊബൈൽ ഞെക്കുന്നു. സ്വോത്രം. ഞാൻ ചോദിച്ച അപ്പച്ചൻ ഇത് ഇത്ര ക്ലിയറായിട്ട് എങ്ങനെ പഠിച്ച്? അപ്പച്ചൻ റിട്ടയർഡ് ഭാഷ. അപ്പച്ചൻ പറയും കോവിഡ് വന്നപ്പോൾ ഞാൻ അവനെ പഠിച്ചെടുത്ത് ഭാഷ എന്ന്. സ്വോത്രം. 85 വയസ്സ്. രഹസ്യമായിട്ട് പറയാം, സ്റ്റേജിൽ കൂടെ ഒന്നും ആളെ പറയാം. ആളിപ്പോഴും ഉണ്ട്. സ്വോത്രം. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അക്കരയാ വയലങ്കര സൂര്യകോട്. 85 വയസ്സുള്ള. ഞാൻ പറഞ്ഞു ഇത്രയും വിദ്യാഭ്യാസമുള്ള എനിക്ക് ഇത്രയും ഞെക്കാൻ പറ്റുന്നില്ല. അപ്പച്ച ഉടനെ പറയും എന്ത് ഭാഷ വേണം പറഞ്ഞു ഞാൻ ശരിയാക്കി തരാമെന്ന്. സ്വോത്രം. എത്ര ക്ലിയറായി. സകലരും പഠിച്ചില്ലേ? പണ്ട് നമ്മൾ പാടി. ഇന്ന് മുഖാമുഖം കാണുന്നു. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ. ഇന്നത്തെ ക്യാമറ ഇല്ലാത്ത മൊബൈലുണ്ടോ? മിണ്ടുന്നില്ലല്ലോ. സഹോദരന്മാരുടെ മൊബൈൽ 2 ക്യാമറയുള്ളൂ. ചേച്ചിമാരുടെ മൊബൈൽ 4 ക്യാമറ. ഉലകം പിടിക്കാൻ. സ്വോത്രം. അങ്ങനെയുള്ള ക്യാമറയായിട്ട് നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ അവൻ സകലരെയും കാണും. 1 സാത്താൻ ഉലകത്തെ വാച്ച് ചെയ്യും. മോണിറ്ററിങ് വിത്ത് ഇന്റർനെറ്റ്. അന്ത്യകാലം. കേട്ടോണം. ബൈബിള് സയൻസ്. അടുത്ത വാക്കുകൂടെ അമ്മ വായിച്ചാട്ടെ. മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും. ദാണ്ട മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും. അതാ ഉലകത്തെ മുഴുവൻ അവൻ നോക്ക്. ലാപ്ടോപ്പിനകത്തെ കണ്ണ്, മൊബൈലിനകത്തെ കണ്ണ്. ഞാൻ കൊണ്ടുവരാൻ പോവാ ഇന്റർനെറ്റ് മർഡർ. അടുത്ത വാക്ക് വമ്പ് പറയുന്ന വായുമുണ്ടായിരുന്നു. വമ്പ് പറയുന്ന വായ്. സാത്താൻ ലോകത്തോട് സംസാരിക്കും. സാത്താൻ സംസാരിക്കുമോ? ദാണ്ടേ ഗൂഗിൾ. സന്തോഷമില്ലല്ലോ. പണ്ട് കളിക്കാവിളെ വന്ന് മലയടിപ്പാൻ ചായ ഒഴിക്കുന്ന നാരായണൻ ചേട്ടനോട് ചോദിക്കണം. സ്വോത്രം. അതൊക്കെ പോയി. സ്വോത്രം. മൊബൈലിനോട് ചോദിക്കണം മലയടി എവിടെയാന്ന്. ഗൂഗിളിലെ ചേച്ചി പറയും ഗോ സ്ട്രേറ്റ് 3 കിലോമീറ്റർ അവൈലബിൾ മലയടി. സന്തോഷമില്ലല്ലോ. നേരെ വണ്ടി പോക്കോ, നേരെ കിട്ടുമെന്ന് മലയടി. ദാ കിടക്കുന്ന ഗൂഗിൾ. എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പഠിക്കുന്ന പിള്ളേർ
വീട്ടിൽ മമ്മിയുടെ അടുത്ത് സംശയം ചോദിക്കും, മമ്മിക്ക് അത്ര അറിയാമോ പഴയ വിദ്യാഭ്യാസം? ഉടനെ പിള്ളേർ പറയും, മമ്മിക്ക് ഒരു മണ്ണാങ്കട്ട അറിയത്തില്ല, ഞാൻ ഗൂഗിളിനോട് ചോദിക്കാമെന്ന്. സ്വോത്രം. എത്ര നല്ല അങ്കിളായില്ലേ. ഒരു വീട്ടിൽ ജോലിക്ക് ഒരാളെ വിളിച്ചാൽ 800 രൂപയും ബൂസ്റ്റിട്ട ചായയും കൊടുക്കണം. 300 രൂപ കൊടുത്താൽ മതി. ഒരു മാസം ചേട്ടനും ചേച്ചിക്ക് എല്ലാം കൊടുക്കുക. ഇവൻ താൻ ഗൂഗിൾ വന്നില്ലേ? ആരാ? തമിഴ്നാട്ടുകാരൻ സുന്ദർ പിച്ചാ. കരം ഉയരുന്നില്ല. പേപ്പർ വായിക്കണം. സ്വോത്രം. തമിഴ്നാട്ടുകാരനാ സുന്ദർ പിച്ചാ. അദ്ദേഹമായത് ഡിഫൈൻ ചെയ്തത് ഗൂഗിൾ സംസാരിക്കുന്നു. അന്ത്യകാലം ബൈബിളിനകത്തുണ്ടോ? സാത്താൻ ലോകത്തോട് സംസാരിക്കാൻ പോതോ. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. 4 കാര്യം ഇന്ന് രാത്രി പറയുമ്പോൾ ഞാൻ അവസാനിപ്പിക്കും. എന്താ കാര്യം എന്നറിയാമോ? ഇന്ന് രാത്രി സാത്താൻ ലോകത്തോട് സംസാരിക്കുമോ? ഇന്ന് നിങ്ങൾ മലയടിയിലിരിക്കുമ്പോൾ നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യുക. ഇസ്രയേലിൻ്റെ തലസ്ഥാനം ടെൽ-അവീവ്, അത് കഴിഞ്ഞ് ജെറുസലേം കഴിഞ്ഞാൽ ഏകദേശം 40 മൈൽ പോകുമ്പോൾ അടുത്തൊരു സ്ഥലം കിട്ടും. അതിന്റെ പേരാ മെഗിദോ താഴ്വര. സ്വോത്രം സ്വോത്രം. இந்த പുരാതന കാലങ്ങൾ ഇവിടെ തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ അപ്പച്ചന്മാർ ഉലകത്തെ മുഴുവൻ കടസിക്കാല ചെയ്തികളൊക്കെ പറയുമായിരുന്നു. അന്ന് നിങ്ങളൊക്കെ കേൾക്കണമായിരുന്നു. ആ മെഗിദോ താഴ്വര, അവിടെ നടക്കുന്ന ഒരു യുദ്ധമാ ഹർമഗദോൻ യുദ്ധം. സ്വോത്രം. ഇതൊക്കെ പഠിക്കണം. എത്ര ദിവസം നിൽക്കണം. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ ആ മെഗിദോ താഴ്വരയിൽ ഒരു സൂപ്പർ സോണിക് കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്നു. 1000 മനുഷ്യൻ്റെ തലച്ചോറ് വലിപ്പം. ആ കമ്പ്യൂട്ടറിൻ്റെ പേരാ വോയിസ് ട്രാൻസ്ലേറ്റർ അറ്റ് മെഗിദോ താഴ്വര. ഇപ്പം മൊബൈൽ എടുക്കരുത്, രാത്രി എടുത്തു. വോയിസ് ട്രാൻസ്ലേറ്റർ അറ്റ് മെഗിദോ താഴ്വര. ആ കമ്പ്യൂട്ടർ 6000 മനുഷ്യൻ്റെ ഭാഷ സംസാരിക്കാൻ പ്രാപ്തി വരും. 1000 മനുഷ്യൻ്റെ തലച്ചോറ് വലിപ്പത്തിൽ. ഇപ്പോൾ 2000 ഭാഷ സംസാരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ. ഇനിയുള്ള കാര്യം ശ്രദ്ധയോടെ. കളിതമാശയെല്ലാം മാറ്റണം. ഇന്നത്തെ ഗൂഗിൾ വഴി പറയുന്നത് പോലെ കാര്യം പറഞ്ഞു തരും. ഇന്നത്തെ നമ്മുടെ തമിഴ്നാടിൽ മുതലമച്ചർ അദ്ദേഹം ചെന്നൈ സെൻറ്റ് ജോർജ് മൗണ്ടിലിരിക്കുക. കളിക്കാവിളയിൽ വരേണ്ട കാര്യമില്ല. ഒരു സോഫ്റ്റ്വെയർ എടുത്താൽ തമിഴ്നാട്ടിലെ സകല മക്കളും കേൾക്കത്തക്കോണം ഫോണിൽ കൂടെ സംസാരിക്കാൻ പറ്റും. അന്ത്യകാലം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ, അദ്ദേഹം ഇപ്പോൾ ഓരോ ടൗണിലും വന്ന് സംസാരിക്കൂ? ഇല്ല. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ പേരാ മൻ കി ബാത്ത്. മിണ്ടുന്നില്ലല്ലോ. മൻ കി ബാത്ത് അല്ല, കുരങ്ങൻ തൃപ്പരപ്പി കുളിക്കാൻ പോയതല്ല. സ്വോത്രം. മനസ്സ് കീ ബാത്ത്. കഴിഞ്ഞ ദിവസം 100ാമത് എപ്പിസോഡ്. 29 സ്റ്റേറ്റും 6 കേന്ദ്രഭരണ പ്രദേശവും മോഡി സാറിൻ്റെ മൻ കി ബാത്ത് കേട്ടു. BSNL ഒരു സോഫ്റ്റ്വെയർ ഒരു മൈക്കിനകത്ത് ആ അന്തരീക്ഷത്തിൻ്റെ 4G വഴി കൊടുത്തപ്പോൾ നിങ്ങളുടെ റേഡിയോയ്ക്കകത്തും ടെലിവിഷനകത്തും മൊബൈലിനകത്തും മോഡി സാറിൻ്റെ മൻ കി ബാത്ത് കേട്ടെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ അന്ത്യകാലമാ. 2040 ഇത് വരാൻ പോവുക. 2040 സാത്താൻ ലോകത്തോട് സംസാരിക്കുക. വമ്പ് പറയുന്ന വായു അവൻ മനുഷ്യനെ നോക്കുമെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സാത്താൻ ലോകത്തോട് സംസാരിക്കാൻ പോകുന്നു. ഗൂഗിൾ അവൻ്റെ കരങ്ങളിലേക്ക് എത്താൻ പോകുന്നു. സുന്ദർ പിച്ചയുടെ നേതൃത്വത്തിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, സാത്താൻ്റെ ശബ്ദം നിങ്ങളുടെ ചെവിക്കകത്ത് മുഴങ്ങുന്നതിന് മുമ്പ് ഈ തലമുറയിൽ മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങും. അതിൻ്റെ പേര് കർത്താവ് തൻ ഗംഭീരനാഥ. പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ എടുക്കപ്പെടും. മലയടിയേ, കാലം സമീപമായി. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങാൻ കാലമായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമടുത്തു വരുന്നു. അതിവേഗ ഇന്റർനെറ്റ്. 1, സാത്താൻ ലോകത്തോട് സംസാരിക്കും. 4 കാര്യം പറയുമ്പോൾ 3 കൂടെ പറയുമ്പോൾ ഇന്ന് നിർത്തും, ബാക്കി നാളെ. 2, ഏത് മനുഷ്യനെ കമ്പ്യൂട്ടർ മോണിറ്റർ ചെയ്യും. അതിൻ്റെ പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് ടെക്നോളജി. അതിൽ മനുഷ്യനെ മോണിറ്റർ ചെയ്യും. നടക്കുമോ? കേരളം, തമിഴ്നാട് എനിക്ക് അടിയറിയത്തില്ല. ഇന്ന് 726 ക്യാമറ കേരളത്തിനകത്ത്. എവിടെ? കാസർഗോഡ്, തലപ്പാടി. നിങ്ങൾ മതിലിയാടുന്ന ഇഞ്ചിവള വരെ വെച്ചിട്ടുണ്ട് ഈ ക്യാമറ. ഒറ്റ വയറുമില്ല ഈ ക്യാമറയ്ക്ക്. ഒരു ചെകുത്താൻ്റെ തലയിൽ 2 മുള്ളു പോലെ ഈ ക്യാമറ. കളിക്കാവള വെച്ചാൽ തിരുവനന്തപുരം ശാസ്തമംഗലത്തിരിക്കുന്ന കെൽട്രോണിൽ ഒരു നിയന്ത്രിത റോബോട്ടുണ്ട്. ആ റോബോട്ട് 30,000 മുതൽ 50,000 വാഹനങ്ങൾ ഒരു ദിവസം മോണിറ്റർ ചെയ്യുന്നു. അതുകൊണ്ട് ആ ക്യാമറയ്ക്ക് പേരിട്ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിയന്ത്രിത ബുദ്ധി. കർത്താവിൻ്റെ വരവിൽ ഇപ്പോൾ ക്യാമറ മോണിറ്റർ ചെയ്യുന്നു. ആര്?
വാഹനങ്ങളെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഈ സാത്താൻ ലോകത്തെ മുഴുവൻ പിടിക്കാൻ പോന്നു. അതിവേഗ ഇന്റർനെറ്റ് ഇന്ന് 4 4:30 വരാൻ പോകുന്നു, 9 വരെ വരാൻ പോവുക. അപ്പൊ ലോകം തീരും. 4:30 ഇന്റർനെറ്റ് വെച്ച് ശാസ്ത്രമംഗലം തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ കേരളത്തിൻ്റെ 700-ൽ പരം കിലോമീറ്റർ, കാസർഗോഡ് തലപ്പാടി മുതൽ കളിക്കാവിള ഇഞ്ചിവള വരെ ഓടുന്ന വണ്ടികളുടെ മുഴുവൻ 4 മിനിറ്റ് കൊണ്ട് നോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിൽ മെസ്സേജ് അയക്കുന്നു. ഹ്യൂമൻ ട്രാക്കിംഗ് കമ്പ്യൂട്ടർ ടെക്നോളജി, പേര് വിട്ടേ ക്യാമറ വരാൻ പോവാ. ബൈബിളിലേക്ക് ഞാൻ വരാൻ പോവാ. ഇന്ന് രാത്രി മനസ്സിലാക്കണം. ഇവിടുന്ന് തമിഴ്നാട്ടുകാർ തൊട്ടടുത്ത് കിടക്കുമല്ലേ മലയടി. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു കാര്യം പറഞ്ഞുതരാം. സ്തോത്രം, ശ്രദ്ധയോടെ ഇരിക്കണം. ഇന്ന് ഇഞ്ചിവളയിലുണ്ട്, പാറശാലയിലുണ്ട്, നെയ്യാറ്റിൻകരയിലുണ്ട് ക്യാമറ. തിരുവനന്തപുരത്ത് തൂത്തുപറക്കി പിടിക്കുക. നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയാം, ഇവിടെ ഒരു ചെറുപ്പക്കാരൻ, സ്തോത്രം, ഇവിടെ ഒരു ചെറുപ്പക്കാരൻ നേരെ പാറശാലയിലോട്ട് പോകുമ്പോൾ പരിചയമുള്ളൊരു പെൺകുട്ടിയെ കണ്ടു. സ്തോത്രം, അവിടെ നിർത്തിയിട്ട് അവക്കുള്ള തലേ വെക്കാൻ ഹെൽമറ്റില്ല പാസ്റ്റർ. സ്തോത്രം, അവളെ പുറകെ കയറ്റി നെയ്യാറ്റിൻകര ചെന്നപ്പോൾ ക്യാമറ അടിച്ചപ്പോൾ ഈ മോൻ്റെ വണ്ടിയുടെ RC ബുക്ക് ആരുടെ മൊബൈൽ നമ്പരാണെന്നറിയാമോ? ഭാര്യയുടെ മൊബൈൽ നമ്പരാണ്. സ്തോത്രം, ഇത് കമ്പ്യൂട്ടറിന് അറിയാമോ? ശാസ്ത്രമംഗലത്തിരുന്ന കമ്പ്യൂട്ടർ MPDക്ക് മെസ്സേജ് കൊടുത്തപ്പോൾ ഭാര്യയുടെ മൊബൈലിൽ ഒരു പിക്ചർ. തിരുവനന്തപുരത്ത് പോയ ചേട്ടൻ പാറശാലയിൽ നിന്ന് ഒരു പെങ്കൊച്ചിനെ കയറ്റി ഇതാ പോകുന്നു, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ. കാര്യം തീർന്നില്ലയോ? സ്തോത്രം, ഭാര്യ മനസ്സിലാക്കി തരാം, ചായ വാങ്ങിച്ചു തരണം. സ്തോത്രം. 2 സ്തോത്രം, ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാ. ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കാൻ എവിടെ വരുന്നു? പാറശാലയിൽ വരുന്നു. ബാലരാമപുരത്ത് വെച്ച് കാർ ഓടിച്ചപ്പോൾ പരിചയമുള്ളൊരു അമ്മമ്മയെ കണ്ടു. സ്തോത്രം, ഞാൻ ചോദിച്ചു, അമ്മമ്മ എവിടെ പോവാ? അയ്യോ, ഞാൻ പരിശോധിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു, കെയർ ബെൽറ്റ് ഇടാൻ മറന്നുപോയി സംസാരത്തിൽ. സ്തോത്രം, നെയ്യാറ്റിൻകര വന്നപ്പോൾ ക്യാമറ അടിച്ചു. അപ്പം മൊബൈൽ ആരുടെ കൊടുത്തിരിക്കുന്ന RC ബുക്ക് എൻ്റെ ഭാര്യയുടെ നമ്പരാണ്. സന്തോഷമില്ലല്ലോ? സ്തോത്രം. അപ്പോൾ മെസ്സേജ് ചെന്ന് ഭാര്യ നോക്കിയപ്പോൾ എൻ്റെ കാറിൻ്റെ മുമ്പിൽ ഒരമ്മമ്മ ഇരിക്കുന്നു. ഉടനെ പറഞ്ഞ്, കൺവെൻഷന് പ്രസംഗിക്കാൻ പോയ അച്ചായി അമ്മാമ്മയായിട്ട് കന്യാകുമാരി. കാര്യം തീർന്നില്ലേ? സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഈ ടെക്നിക്ക് മാറ്റാൻ ഒരു കാര്യം പറഞ്ഞു തരാം. കേരളത്തിൽ വണ്ടി ഓടിക്കുന്നവർ, മലയാളിക്കാർ, നാളെ തന്നെ അക്ഷയായി പോയി നിങ്ങളുടെ RC ബുക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ 20 രൂപ കൊടുത്ത് ആക്കിക്കോണം, അല്ലെ ജീവിതം തീരും. സ്തോത്രം. ചായ എനിക്ക് മേടിച്ചു തരണം. സ്തോത്രം. അല്ലെ കാര്യം മോശം. സ്തോത്രം, പെങ്കൊച്ചുങ്ങൾ ആരെങ്കിലും കയറ്റിയാൽ മാറും. അതുകൊണ്ടാണ് കേരളത്തിൽ 726 ക്യാമറ മനുഷ്യനെ മോണിറ്റർ ചെയ്യുന്നു. കയർ വേണ്ട, വയർ വേണ്ട. ഒരു റോബോട്ട് ശാസ്ത്രമംഗലത്തുനിന്ന് കാസർഗോഡ് മുതൽ ഇഞ്ചിവള മോണിറ്റർ ചെയ്യുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സകല മനുഷ്യനെ സാറ്റലൈറ്റ് വഴി പിശാച് മോണിറ്റർ ചെയ്യും. അതിൻ്റെ പേര് RNM. ബൈബിളിനകത്തുണ്ടോ? തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ്. സയൻസ് എന്ന് കേട്ടോളും. ദാണ്ടേ, തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ്. ബാക്കി കാര്യങ്ങൾ അതാ കേരളത്തിൽ ക്യാമറ. എന്താ ഇന്റർനെറ്റ്? അതിവേഗ ഇന്റർനെറ്റ്. ഇന്ന് രാത്രി മനസ്സിലാക്കണം, ബൈബിളിനകത്തുണ്ടോ ഇങ്ങനെ ഒരു സംഭവം നടക്കും? കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ വായിക്കുന്നു, വെളിപ്പാട് 13:10. തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ്. വായിച്ചാട്ടമ്മേ, ഫ്യൂച്ചർ ഫന്റാസിയ. കമ്പ്യൂട്ടർ സ്റ്റുഡൻസ്, ഇവിടെ CS പഠിപ്പിക്കുന്ന കമ്പ്യൂട്ടർ സയൻസിന്റെ സ്റ്റുഡൻസിന് നോട്ട് ചെയ്യാം. ഇതിന്റെ പേരാ എർവിൻ. എമോഷണൽ റോബോട്ടിക് വയർലെസ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക്. ഒരു മോഡം വേണ്ട, നിങ്ങളുടെ കൈ റിമോട്ട് വേണ്ട, വീട്ടിനകത്ത് കമ്പിയും വയറും വേണ്ട. ഒരു മോഡം വെച്ച് ചെകുത്താൻ്റെ 2 മുള്ളു പോലുള്ള ഒരു സാധനം മേളിലോട്ട് ഉയർത്തിയാൽ സകല മനുഷ്യനെ മോണിറ്റർ ചെയ്യാം. വായിക്കാം, പത്മോസിനകത്ത് യോഹന്നാൻ, വെളിപ്പാട് 13:10 വായിച്ചാട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ഇതിന്റെ പേരാ തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ്. ഇതിന്റെ പേരാ ലോകം കാണാൻ പോകുന്ന ഫ്യൂച്ചർ ഫന്റാസിയ. കേട്ടോണേ, ഇനി 2 സയൻസ് പറയുമ്പോൾ നിർത്താം. ഇന്ന് രാത്രി ഒരു മനുഷ്യന്റെ തലച്ചോറിനകത്ത് 8 ഘടകമുണ്ട്. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ. ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി. 1 മിനിറ്റിൽ തലച്ചോറിൽ 40 ചിന്തയാണ് വരുന്നത്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രസംഗിക്കുന്നത്. 1 മിനിറ്റിൽ 2400 ചിന്ത, 1 മണിക്കൂർ 2400 ചിന്ത നമ്മുടെ മരോട്ടി തലയ്ക്കകത്ത് കയറുമെന്ന്. സ്തോത്രം. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ എൻ്റെ ചിന്ത വേണേൽ കാനഡയിലെത്തുമെന്ന്. സ്തോത്രം. സ്വപ്നം കാണാൻ കാശ് കൊടുക്കണ്ടെന്ന് പറയുന്ന പോലെ. സ്തോത്രം. അത്ര ഇതിനെ തലച്ചോറ് വെച്ച് മോണിറ്റർ ചെയ്യും. അർത്ഥം, മൊബൈലും വേണ്ട, ഒന്നും വേണ്ട. ക്ലിയർ ആയില്ലയോ? അതിൽ 1ാമത്തെ ഘടകമാ GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അതിൻ്റെ പേര് 450 ക്യാമ സാറ്റലൈറ്റ് അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. അതുവഴിയാ
തിരുവനന്തപുരത്ത് പോയിട്ട് മാർത്താണ്ഡത്തെ ചേച്ചി കളിക്കാവിളയിലോട്ട് കയറുമ്പോൾ മൊബൈലിലൊരു മെസ്സേജ്, വെൽക്കം ടു സെൽവൻ തമിഴ്നാട്. സ്വോത്രം. ചേച്ചിയുടെ ഭർത്താവ് പറഞ്ഞില്ല, നാട്ടുകാർ പറഞ്ഞില്ല. സ്വോത്രം. ഞാൻ ഇന്ന് കളിക്കാവിള കയറിയപ്പോൾ എൻ്റെ മൊബൈലിൽ മെസ്സേജ്, വെൽക്കം ടു സെൽവൻ തമിഴ്നാട്. സ്വോത്രം. നാട്ടുകാർ പറഞ്ഞില്ല, വീട്ടുകാർ പറഞ്ഞില്ല. അതിൻ്റെ പരിപാടി അമ്മാമ 450 സാറ്റലൈറ്റ് ആകാശത്തിനകത്ത്. ഇതിപ്പം മൊബൈലിലാണ്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ മൊബൈൽ വേണ്ട. നമ്മുടെ തലച്ചോറിന് ഇതുപോലെ സാത്താന്റെ കയ്യിലെത്ത്. അതിൻ്റെ പേര് അടിമയാക്കി കൊണ്ടുപോകുന്നവൻ. അടിമയായി പോകും. ടെക്നോളജി കേട്ടോണം. ബൈബിളാ ഇത്, കേട്ടോണേ. ഇതിൻ്റെ ടെക്നോളജിയുടെ പ്രത്യേകത പറഞ്ഞുതരാം. എന്താ കാര്യം എന്നറിയാമോ? സ്വോത്രം. പലരും വിചാരിക്കേ സ്വോത്രം, ഈ ചിലരൊക്കെ ഈ കുറ്റകൃത്യം ചെയ്യും. കുറ്റകൃത്യം ചെയ്തിട്ട് ഈ തൃപ്പരപ്പിലോ പിന്നെ ഗണപതി കല്ലിലോ കൊണ്ട് മൊബൈൽ എന്തോ ചെയ്യും, വെള്ളത്തിൽ എറിയും. സ്വോത്രം. കാര്യം രക്ഷപ്പെട്ട്. പക്ഷേ ചില പുള്ളികളുണ്ട്, കുറ്റകൃത്യം ചെയ്തിട്ട് മൊബൈൽ ഓഫ് ചെയ്ത് കീശ ഇട്ടേക്കും. അതിനകത്ത് സിം കാർഡുണ്ട്. മൊബൈൽ ഓഫായാലും ടവർ ഇങ്ങനെ ലൊക്കേഷൻ പിടിച്ചുകൊണ്ടേയിരിക്കും. സ്വോത്രം. അതുപോലെ അതിലും ഒരു നല്ല കാര്യം, ചായ മേടിച്ച് തരണം. ഏതെങ്കിലും കുഴപ്പം കാണിച്ചു കഴിഞ്ഞാൽ മൊബൈൽ നശിപ്പിക്കേണ്ട, സിം കാർഡ് കത്രി കൊണ്ട് കട്ട് ചെയ്തിട്ട് എവിടെങ്കിലും അങ്ങ് താത്തേക്കണം. പിന്നെ കുഴപ്പമൊന്നുമില്ല. സ്വോത്രം. ഇത് താക്കാതെ ദയവ് ചെയ്ത് കന്യാകുമാരിയിലും നാഗർകോവിലും പോകരുത്. തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് നല്ല പിടിയുള്ളവരാ, നിങ്ങളെ തൂക്കും. അതുപോലെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു. നമ്മുടെ എല്ലാം വഴിയാധാരമായ ആധാർ അവൻ കൊണ്ടുപോയെങ്കിൽ, നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ, സാറ്റലൈറ്റ് വഴി മനുഷ്യൻ എവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്യും? മിണ്ടുന്നില്ലല്ലോ. ഒരു മലയാളം. പണ്ട് പനങ്കാലെ നല്ല സ്കൂള്, സെൻറ്റ് മേരീസ് സ്കൂള്. അവിടുത്തെ ഡ്രൈവർ നല്ല കുഞ്ഞുങ്ങളെല്ലാം രാവിലെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് കന്യാസ്ത്രീ അമ്മച്ചിയോട് പറയും, ഞാൻ വണ്ടി നന്നാക്കാൻ പോകുമെന്ന്. സ്വോത്രം. കന്യാസ്ത്രീ അമ്മമ്മ പറയും, പൊക്കോളാൻ പറയും. എന്നിട്ട് മലയടിയിലോ എവിടെങ്കിലും വന്ന് കൊച്ചു വീടി അടിച്ച് ഇങ്ങനെ ഇരിപ്പാ വണ്ടിയിലെ ഡ്രൈവർ. മിണ്ടുന്നില്ലല്ലോ സ്കൂളിലെ ഡ്രൈവർ. ഇന്ന് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ മക്കളെ? സ്വോത്രം. വണ്ടിയുടെ മേളിൽ GPS എഴുതിയിട്ടുണ്ട്. സെൻറ്റ് മേരീസിലെ വണ്ടിക്കാർ മലയടി വന്ന് കട്ടൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കന്യാസ്ത്രീ അമ്മച്ചി വിളിക്കും, അവിടെ നിന്ന് കട്ടൻ അടിക്കാതെ വണ്ടി സ്കൂളിൽ കൊണ്ടിടാം. സ്വോത്രം. ക്ലിയർ ആയില്ലേ? സ്വോത്രം. ഇതിൻ്റെ ഇംഗ്ലീഷാ തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇൻ്റർനെറ്റ് ടെക്നോളജി. നിങ്ങളുടെ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സംഭവം എന്ന് ഞാൻ ബൈബിളിൽ പറയുന്നത്. റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. മനുഷ്യൻ്റെ ചിന്ത എവിടെ നിറഞ്ഞ് അവനെ ലൊക്കേറ്റ് ചെയ്യും. നമ്പർ 1, ഗൂഗിൾ ലോകത്തോട് സംസാരിക്കും. നമ്പർ 2, സകല മനുഷ്യൻ്റെ തലച്ചോറ് കമ്പ്യൂട്ടർ ഊറ്റിയെടുക്കും. ഇന്ന് 726 ക്യാമറ വെച്ച് വണ്ടിയെ മോണിറ്റർ ചെയ്യുന്നെങ്കിൽ, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ട സകല മനുഷ്യനെ ഒരു കമ്പ്യൂട്ടറിനകത്ത് കൊണ്ടുവരാൻ പോകുന്നു. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അടുത്ത വാക്ക് വായിരമ്മേ, കേൾക്കട്ടെ. ഇന്ന് രാത്രി ഉണ്ട്, 2 വാക്ക് കൂടെ പറയാം. വായിച്ചാട്ടെ. അടുത്ത വാക്ക്. വാൾ കൊണ്ട് കൊല്ലുന്നവൻ, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. വാളാൽ മരിക്കേണ്ടി വരും. അടുത്ത വാക്ക്. ഇവിടെ വിശുദ്ധന്മാരുടെ അന്ത്യം വരെ സഹിച്ചിരിക്കണം. വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. 2 കാര്യം കഴിഞ്ഞു. 1, സത്താൻ ലോകത്തോട് സംസാരിക്കും. 2, 726 ക്യാമറ. 3, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇന്റർനെറ്റ് മർഡർ. അന്ത്യദിനങ്ങൾ ബൈബിളിനകത്തുണ്ടോ? കടക്കുന്നു. വെളിപ്പാട് 13:15 വായിക്കാം. അവസാന വാക്കുകൾ. വെളിപ്പാട് 13:15 വാക്യം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും. അവിടെ നിൽക്കട്ടെ അമ്മാമേ, ഇനി അങ്ങോട്ട് പോകരുത്. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. പണ്ട് ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂ. ദാ കിടക്കുന്നു. സൗദിക്കാരി ഒരു പെൺകുട്ടി വന്നു, മേരാന സോഫിയ നമസ്തേ ഇന്ത്യ എന്ന്. രാത്രി ഏതാ? ബാലരമയല്ല, മറ്റേ കുട്ടിസന ലുട്ടാപ്പിയല്ല, പൂമ്പാറ്റയല്ല. ഇത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. മൊബൈലില്ല, കമ്പ്യൂട്ടറില്ല, ഇൻ്റർനെറ്റില്ല, ഒരു ലാൻഡ് ഫോണില്ല, കറണ്ടില്ല. പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ കടന്നപ്പോൾ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കൊത്തിവലിക്കുന്ന കഴുകന് മനുഷ്യനെ തിന്നുന്ന പരുന്തുകൾ പറക്കുന്നതിന്റെ നടുവിൽ ഒരപ്പച്ചൻ യോഹന്നാൻ അപ്പോസ്തലൻ മുട്ടുമടക്കിയപ്പോൾ സ്വർഗം പറഞ്ഞു, റോബോട്ട് സംസാരിക്കുമെങ്കിൽ ഇന്ന് രാത്രി മലയടിയെ വായിക്കുന്നവൻ ഭാഗ്യവാ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ. സമയം അടുത്തിരിക്കുന്നു.